നമസ്കാരം, എല്ലാവർക്കും മല്ലീസ് വേൾഡ് ഇതിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എന്താ പറയുക, എൻ്റെ റീൽസ് ഡാൻസൊക്കെ എല്ലാവരും കാണണമെന്ന് വിചാരിക്കണം. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം. വളരെയധികം സന്തോഷം കിട്ടാം. ഞാനിന്ന് വന്നിരിക്കണതേ ഉണ്ണേട്ടൻ്റെ ന്യൂ ലുക്ക് വീഡിയോ ആണത്. ന്യൂ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർക്കിടക മാസമായിട്ട് ഭയങ്കരമായിട്ട് മുടിയും താടിക്കും വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫാൻസിന് ഉണ്ണേണ്ട താടിക്കും മുടിക്കും, പ്രത്യേകിച്ച് താടിക്ക് കുറേ പിള്ളേർ ഫാൻസ് ഉണ്ട്. അവർക്കൊക്കെ ഒന്ന് ചെറുതാക്കണുള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ണേട്ടൻ്റെ ലുക്കാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ണിയെണ്ണ കാണാം. ഉണ്ണിയണ്ണ ഇപ്പോഴത്തെ രൂപം. താടിക്കാരൻ ഉണ്ണിയെണ്ണ കണ്ടില്ലേ? ഇവൾക്ക് ഈ താടി തീരെ ഇഷ്ടമില്ല. ഈ കല്യാണകാലത്തും ആ അവസരങ്ങളിലൊന്നും എനിക്ക് താടിയില്ലല്ലോ. അത്ര അധികമില്ല എന്നല്ല, താടിയില്ല. വെറുതെ മീശ അങ്ങനെ കുനിച്ചു വയ്ക്കുക, അങ്ങനെ ഒരു രൂപമായിരുന്നു. അപ്പോൾ ചെറിയ കുറ്റിക്ക് വരുമ്പോഴേക്കും പഠിപ്പിക്കും. ഇപ്പോൾ എൻ്റെ തൊഴിലിന്റെ ഭാഗമായിട്ടും പിന്നെ പ്രായത്തിന്റെ ഭാഗമായിട്ടും താടിയുടെ ആവശ്യകത എനിക്കുണ്ട്. അപ്പോൾ താടി ഇപ്പോൾ പഠിക്കാറില്ല. 5-10 കൊല്ലമായതുകൊണ്ട് ഞാൻ താടി പഠിച്ചിട്ട്, എൻ്റെ ഓർമ്മയിൽ 5-8 വർഷമായിട്ടുണ്ട് താടി ഫുള്ളായിട്ട് പഠിച്ചിട്ട്. ഡ്രസ് ചെയ്യലുള്ളൂ. ഇപ്പോൾ അത് കുറച്ച് പുലകളും വാലായ്മകളൊക്കെ വന്നിട്ട് ഇപ്പോൾ 6 അമ്മാവൻ മരിച്ചു. അത് കഴിഞ്ഞ് മരിച്ചതിൻ്റെ കുറച്ച് ദിവസം ഞങ്ങൾക്ക് വ്രതം കിട്ടിയുള്ള നമ്മളുടെ പ്രതിഷ്ഠാദിനായിരുന്നു മിഥുനാവസാനം. അത് കഴിഞ്ഞ് കർക്കിടക വ്രതം ചെയ്തിട്ട് എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു. ശരിക്കും ചിങ്ങത്തിലാണ്, ചിങ്ങം 1-ാം തീയതി 2-ാം തീയതി വെട്ടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കർക്കിടക വ്രതം മുറിഞ്ഞു. വല്യമ്മ സുവല്ലിച്ചേരെ ഭാര്യ ഉണ്ണിയോള് വല്യമ്മ ആള് മരിച്ചു. ഇപ്പൊ ഇന്നത് സഞ്ചയനം കഴിഞ്ഞാൽ അവര് രാമേശ്വരത്തേക്ക് ചിതാഭസ്മം കൊണ്ടുപോയി. അപ്പോൾ പുല വീടി ഇന്ന് തെളിച്ച് കുളിച്ചു. ഇനി ഇത് കാടൊന്ന് ഇറക്കാൻ പോകുന്നു, ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് രൂപം വരുത്താൻ പോവുക. വേറെ പരിപാടി ഒന്നുമില്ല. ഇല്ല തടി പഠിക്കൊന്നുമില്ല, വെറുതെ ഒന്ന് സെറ്റ് ചെയ്യാം. മുടിയും അപ്പൊ നമ്മൾ അളിയന്റെ കടയിലേക്ക് പോവാം. അളിയന് 10-ാം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഞാൻ. അളിയന്റെ കട വെച്ചാൽ ആളെ ഈ നാട്ടിലെല്ലാവരും അളിയൻ എന്നാണ് വിളിക്കണത്. ആ ബോർഡ് വേണമെങ്കിൽ കാണിച്ചു കൊടുത്തോ, അളിയന്റെ കട. അളിയനോട് ഇല്ല, ഇപ്പൊ അളിയൻ പുറത്തു പോയിക്കട, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അളിയന്റെ കട കേട്ടാ. അളിയൻ പുറത്തു പോയേക്കായിരുന്നു. ഒന്നും ഞങ്ങളെല്ലാവരും അളിയനെ വിളിക്കാൻ. ശരിക്കുള്ള പേര് സുബീഷ് അലിയസ് വേൾഡ് ഇതിലേക്ക് സ്വാഗതം. ഓക്കെ, ജെൻസ് ബ്യൂട്ടി പാർലറാണ് സുബീഷിന്റെ പേര്. ആള് വെട്ടിയാലാണ് ഉണ്ണിയെന്നെ തൃപ്തിയാവുള്ളൂ. ഇപ്പതാ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്ന, ആള് പുറത്തു പോയേക്കായിരുന്നു. ആളെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങള് ഈ ബാർബർ ഷോപ്പിലേക്ക് തന്നെ വന്നേക്കാണ്. അപ്പൊ ഉണ്ണിയന്റെ തലയിൽ നിന്നൊരു താജ്മഹൽ പണിയും. എന്തായാലും ഈ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ കുറെ നാളെ കാടത്തം മാറിയിട്ടൊന്നും മനുഷ്യരൂപമായിട്ടൊന്നും കാണാൻ ആഗ്രഹമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. അല്ലേ ഉണ്ണിയേട്ടാ? കാപ്പിരവുണ്ട്.
അപ്പൊ ഉണ്ണിയേട്ടന്റെ ബാർബർ ഷോപ്പ് വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, രസല്ലേ? എന്തായാലും ഉണ്ണിയേട്ടന്റെ പുതിയ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പഴയ ലുക്ക്, പുതിയ ലുക്ക്, കാറിന്റെ ലുക്കായിരുന്നു. അപ്പൊ എന്തായാലും ആൾ മുടി വളർത്താനെങ്കിൽ വിചാരിച്ചു. പിന്നെ ഒതുങ്ങണില്ല, ഒരു കുളിക്കുമ്പോ നല്ല രസം ഉണ്ടാവും. അത് കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോ സാധനം ചുരുട്ടി കയറും. അപ്പൊ അത് കാരണം ആള് വെട്ടിക്കളഞ്ഞു. അപ്പൊ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.